നീ എന്നെ ഒന്നു തൊട്ടപ്പോൾ, ആർദ്രമായി തൊട്ടപ്പോൾ, ആത്മാവിൽ സങ്കീർത്തനമുയർന്നു, ആത്മീയ ഗീതമായി മാറി. നീ എന്നെ ഒന്നു തൊട്ടപ്പോൾ, ആർദ്രമായി തൊട്ടപ്പോൾ, ആത്മാവിൽ സങ്കീർത്തനമുയർന്നു, ആത്മീയ ഗീതമായി മാറി. ഇന്നലെ പെയ്ത മഞ്ഞിൻ തുള്ളി പുല്ലിനുള്ളിൽ തടാകമായി. ഇന്നലെ പെയ്ത മഞ്ഞിൻ തുള്ളി പുല്ലിനുള്ളിൽ തടാകമായി. യേശുവേ ജീവനേ, നീ എന്നിൽ സ്നേഹക്കടലായി. ഞാൻ മെല്ലെ നിന്നിൽ അലിയുന്നു. നീ എന്നെ ഒന്നു തൊട്ടപ്പോൾ, ആർദ്രമായി തൊട്ടപ്പോൾ, ആത്മാവിൽ സങ്കീർത്തനമുയർന്നു, ആത്മീയ ഗീതമായി മാറി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആശീർവാദിലെ ആശീർവാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശീർവാദിൽ നടക്കുന്ന ആശീർവാദിൻ്റെ 3ാമത്തെ എഡിഷനാണിത്. ആദ്യത്തെ എഡിഷനിൽ സംവിധായകൻ ജിസ് ജോയ്, പിന്നെ തിരക്കഥാകൃത്ത് സഞ്ജയ്, രണ്ടുപേരാണ് വന്നത്. അന്ന് അവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ അവർ ഒരുമിച്ചൊരു സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർക്കുന്ന ഒരു കണക്റ്റിംഗ് ഫാക്ടറിൻ്റെ പേര് അവർ പറഞ്ഞത് ബോബി എച്ച് എന്നാണ്. രണ്ടാമത്തെ എഡിഷനിൽ വന്നത് കെസ്റ്ററും പിന്നെ സംവിധായകൻ ജോൺസൺ മങ്ങഴയാണ്. ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് അവർ വന്നേ. അവരും ബോബി എച്ചിൻ്റെ പിന്നാലെ പോകുന്നവരാണ്, വിൻസെൻ്റ് അച്ഛൻ്റെ പിന്നാലെ പോകുന്നവരാണ്. കഴിഞ്ഞ 2 എഡിഷനിലും വന്ന ആൾക്കാർ അവരെ തൊട്ട 2 പേരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ബോബി എച്ചിനും വിൻസെൻ്റ് അച്ഛനും. ഈ ഒരു സായാഹ്നത്തിന് നല്ല സൗന്ദര്യമുണ്ട്. മഴ പെയ്യുമെന്നുള്ള പേടി എന്നെക്കാളും കൂടുതൽ വിൻസെൻ്റ് അച്ഛനുണ്ട്. എനിക്ക് പെയ്യൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് വിൻസെൻ്റ് അച്ഛൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, മഴ പെയ്യുക ഇല്ലെന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിൽ കുറേ അധികം പേരുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞ ടെൻഷനായി. കാരണം PF മാത്യു സാറും ജോർജ് ജോസഫ് സാറും ഒക്കെ ഇവിടെ ഉണ്ട്, കുറേ എഴുത്തുകാർ. അപ്പോൾ ഈ വമ്പന്മാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു പേടിയുണ്ട്. ബോബിച്ചൻ ഒരാരും കണ്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ ടെൻഷൻ കാണുന്നില്ല. ഓക്കെ. ഈ കഴിഞ്ഞ ആഴ്ച ദലൈലാമയുടെ 90ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. അപ്പോൾ മനോരമയിൽ നമ്രത ബിജി അദ്ദേഹമായിട്ട് പണ്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും കരുണയുള്ളൊരു ആയിട്ടാണ് ഞാൻ ദലൈലാമയെ കാണുന്നത്. അപ്പോൾ അന്ന് ദലൈലാമയെ കാണാൻ വേണ്ടി കുറേ അധികം ആൾക്കാർ പല ദേശത്തു നിന്നും പല വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ട്. അന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ചർമ്മരോഗം വന്നിട്ട് ഒരു വൈറസ് വന്നിട്ട് ഇങ്ങനെ ഫംഗസ് വന്നിട്ട് ഇങ്ങനെ തല പൊട്ടിയിരിക്കേണ്ടത്, അത് മര്യാദ സുഖപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആ വേദനയോട് കൂടി തന്നെയാണ് ഈ മനുഷ്യന് ഇത്ര ആൾക്കാരിങ്ങനെ കാണാനിരിക്കുന്നത്. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, നോക്കാം. സിറിൽ എല്ലാവർക്കും ഓരോ കുട തരാമെന്ന് പറഞ്ഞിരുന്നു, സിറിലൊന്നും ഓർക്കണേ. അപ്പോൾ അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചൊരു ചോദ്യം, നമ്രത ബിജി ചോദിച്ച ചോദ്യം ഇതാണ്: ഇത്രയും പേരെ സുഖപ്പെടുത്താനുള്ള ഭാരം നിങ്ങളെങ്ങനെ ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചു. ഇത്രയും പേരെ സുഖപ്പെടുത്താനുള്ള ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനിരുന്ന് കരയും.
എത്രയോ പതിറ്റാണ്ടിൻ്റെ വായനയും ഡിസിപ്ലിൻ ലൈഫും ട്രെയിനിങ്ങും ഒക്കെ ഉള്ള ഒരാൾ പറയാണ് ഞാനിരുന്ന് കരയും. അവർ സങ്കടം പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, ഞാനപ്പോൾ ഇരുന്ന് കരയുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കണ്ടേ. ഞാൻ ബോബി അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ബോബി അച്ഛൻ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കൊന്നുമില്ല. ബോബി അച്ഛൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കരയുമ്പോൾ ചില ആൾക്കാർ പറയും ബോബി അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് അത് സംസാരിച്ചില്ല, പക്ഷേ വന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഫുൾഫിൽഡായിട്ടാണ് വരുന്നത്. ബോബി അച്ഛൻ അങ്ങനെ ഒരു മനുഷ്യന് ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ഇത് പറയത്തില്ല, പ്രസംഗിക്കുമായിരിക്കും, പക്ഷേ ആൾക്കാരോട് ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അവരുടെ കൂടെ കരയാൻ പറ്റുക എന്നുള്ളത് ഒരു ബേസിക് സാധനമാണ്. അച്ഛൻ്റെ സാന്നിധ്യം ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. ഞാൻ അച്ഛൻ്റെ എഴുത്തുകൾ ഒരുപാട് വായിച്ചിട്ടില്ല, സത്യമായിട്ട് വായിച്ചിട്ടില്ല. വായിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ചെറുതായി പോകുന്നതുകൊണ്ടാണ്, ഭയങ്കരമായിട്ട് ചെറുതായി പോകും. അച്ഛൻ്റെ ഓരോ വാക്കുകളൊക്കെ കാണുമ്പോൾ ചെറുതായി പോകും, അതുകൊണ്ട് അധികം വായിക്കാറില്ല. പക്ഷേ അച്ഛന് വളരെ ദൂരത്തുനിന്ന് വായിച്ചിട്ടുള്ളൊരു മനുഷ്യനെ, വളരെ ദൂരത്തുനിന്ന് ഇങ്ങനെ വായിക്കുകയും വളരെ അകലം ഞാൻ കസേര എന്നെ കുറച്ച് അകറ്റിയിട്ടേക്കണം, കാരണം എനിക്ക് അത്ര അടുത്തിരിക്കാൻ ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അച്ഛൻ ഓർക്കുന്നറിയില്ല, കുംഭമേളക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുകയാണ്, മഴ കൂടിയെന്നോണല്ലോ ചാ, നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ മഴ പെട്ടെന്ന് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലെറ്റ്സ് സീ. എനിവേ സന്തോഷമുണ്ട്. വിൻസെൻ്റ് അച്ഛൻ്റെ ഇന്ന് റിലീസ് ചെയ്യുന്ന പുസ്തകത്തിൻ്റെ അകത്തൊരു കഥ ഉള്ളത്, കാമുകൻ കാമുകിയോട് പറയാണ്, നിന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, നിനക്ക് വേണ്ടി നക്ഷത്രങ്ങൾ പൊട്ടിച്ചുകൊണ്ട് വരാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഞാൻ പാർക്കിൽ വന്ന് നമുക്ക് കണ്ടുമുട്ടാം, മഴയില്ലെങ്കിൽ കണ്ടുമുട്ടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രണയം മനസ്സിലായല്ലോ. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയ പോലെ ഒരു ചെക്കിംഗ് ആണ്, എത്ര പേർക്ക് പ്രണയമുണ്ട് ഈ ബോബി അച്ഛനോടും വിൻസെൻ്റ് അച്ഛനോടും എന്ന് ഒരു ചെക്കിംഗ് ആണ്. മഴ പെയ്തിട്ട് എത്ര പേര് പോയി എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അധിക പ്രസംഗം നിർത്തുന്നു. താങ്ക് യു. ഞാൻ പതുക്കെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ബോബി അച്ഛനിലേക്ക് പോവാണ്. നമ്മളിന്ന് ചെയ്യുന്നത്, ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുള്ളത് 3 സഞ്ചാരികളുടെ എന്ന് പറഞ്ഞപ്പോഴേക്കും 3 പുസ്തകങ്ങളാണോ എന്നൊരു സംശയം വന്നു. 3 പുസ്തകങ്ങളില്ല, ഒറ്റ പുസ്തകം ഉള്ളു. അതിന് 3 പേരുണ്ട്, കണ്ണാടി കഥക് കടവ് എന്നുള്ളതാണ്. അപ്പോൾ അത് വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ റിലീസിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചേട്ടൻ എന്നോട് ഒന്ന് ചോദിച്ചു, ബോബി അച്ഛൻ്റെ യാത്രകളെക്കുറിച്ചായിരിക്കുമല്ലോ അച്ഛൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ സന്യാസത്തിലെ സഞ്ചാരം എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. ഇത് ഈ പുസ്തകത്തിൻ്റെ റിലീസിംഗ് ഇവിടെ നടക്കുന്നു. അപ്പോൾ വിൻസെൻ്റ് അച്ഛൻ എഴുതിയ കുറച്ച് പാട്ടുകൾ പാടുന്നു, ബോബി അച്ഛൻ കൂടുതൽ സംസാരിക്കുന്നു. ബോബി അച്ഛൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കും എന്നോട് പറഞ്ഞത്, മോനെ ഐസ് ബ്രേക്കാണ്, ഞങ്ങൾ രണ്ടുപേരും അധികം ഐസ് ബ്രേക്ക് ചെയ്ത് തന്നെ അന്ന് മറ്റേ. അപ്പോൾ തമ്പുരാൻ കൊടുത്തൊരു ഐസ് ബ്രേക്കിംഗ് ആണ് ഈ മഴ. ഇപ്പം ഐസ് ബ്രേക്കായില്ല അച്ഛൻ്റെ, ഫുള്ള് ബ്രേക്കായി, ഇപ്പോൾ റെഡിയായി അച്ഛൻ. അപ്പോൾ പിന്നെ ഉള്ളത്, നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന ഇവർ രണ്ടുപേരും പ്രസംഗിക്കുന്നത്, ഞാൻ അധികം പ്രസംഗിക്കാറില്ല. അപ്പോൾ ഇവർ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇവർ വെള്ളം ചേർക്കും, പക്ഷേ ആദ്യമായിട്ടാണ് മൈക്കിൽ വെള്ളം ചേർത്ത് സംസാരിക്കാൻ പോകുന്നവർ. ഓക്കെ, ഈ പുസ്തകം ഷാജിച്ചേട്ടൻ നേരിട്ട് ബോബി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം ബോബി അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല. വിൻസെൻ്റ് അച്ഛൻ വിളിച്ചു, ഷാജിച്ചേട്ടൻ വിളിച്ചു, വായിച്ചോ എന്നറിയാൻ വേണ്ടിയാണ്. എനിക്കും അറിയില്ല അച്ഛൻ വായിച്ചോ എന്ന്. അച്ഛൻ വായിച്ചാലും ഇല്ലെങ്കിലും പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിക്കും. ഇതുപോലൊരു പുസ്തകം പ്രകാശന, ഇത് പുസ്തകം നനഞ്ഞുപോയ എന്ന് പറയുന്നതാണ്. പുസ്തകം എന്ത് ഹൃദ്യമായിട്ടൊരു സന്ധ്യയാണിത്. ആരും തന്നെ എങ്ങോട്ടും പോയിട്ടില്ല, ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന കണക്ക്. വസ്തുതയിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നിർത്തലല്ല, പക്ഷെ നമുക്കിനി ഡയറക്റ്റായിട്ട് പുസ്തകത്തിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ടൊരു എൻ്റെ ഈ കൂട്ടത്തിലെ ഏറ്റവും പഴക്കമുള്ള കൂട്ടുകാരൻ വിൻസെൻ്റാണ്. എൻ്റെ ഒരു 35 വർഷമായിട്ടെങ്കിലും ഞങ്ങൾ സ്നേഹിതരാണ്. ഞങ്ങൾ കൗമാരക്കാരായിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരാണ്. എന്താണ് വിൻസെൻ്റിൻ്റെ ഒരു അസറ്റെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തായിരിക്കും വാര്യത്തിൻ്റെ ഒരു വ്യത്യാസം? അതിങ്ങനെ ഒരു ഇത്തിരി കേൾക്കുമ്പോൾ
ലളിതമെന്ന് തോന്നിയാൽ ഒത്തിരി സയൻസുള്ളൊരു ഘടകമുണ്ട്. ഇങ്ങനെ നമ്മളൊക്കെ രൂപപ്പെട്ടത് ഇങ്ങനെ പെൺകുഞ്ഞുങ്ങളായിട്ടാണെന്നൊരു സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, ശരിയാണ്. അതിൻ്റെ ഫോർമാറ്റാണ് ഞാനീ പറയുന്നത്. ഓൾറെഡി ഉരുവാകുമ്പോൾ തന്നെ എന്താണ് ജെൻഡർ എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനൊരു 7 മാസം ഇങ്ങനെ 7 വീക്സ് സമയമെടുക്കും. ആ 7 വീക്സ് സമയത്തിന് ശേഷം അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പെൺകുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്. ഇവർ 7th വീക്കിലാണ് അത് ഐഡൻറ്റിഫൈഡ് ആവുന്നത് കുറച്ചുകൂടി, ഇങ്ങനെ ഒരാളുടെ ജെൻഡർ എന്താണെന്നുള്ളത്. അതുവരെ ഒരു രൂപം നിലയിൽ ഒരു പെൺകുട്ടിയാണ് നമ്മൾ. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഈ പുരുഷന്മാരും ആൺകുട്ടികളും ഒക്കെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന ആ ഒരു നിപ്പിളെന്ന് പറയുന്ന സംഭവമാണ്. കാരണം അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആണിൻ്റെ ഒരു ശരീരമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫങ്ഷനും ഇല്ല. സ്ത്രീക്കത് വളരെ പ്രധാനപ്പെട്ടാണ്, കുഞ്ഞുങ്ങൾക്കത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളൊരിക്കലും പെൺകുഞ്ഞായിരുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ നെഞ്ചിൽ 2 ഇങ്ങനെ അടയാളങ്ങൾ. നമ്മളൊരിക്കലും അമ്മയുടെ കൂടെ ആയിരുന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മളിങ്ങനെ പൊക്കിൾ കൊടി കൊണ്ട് നടക്കുന്ന കണക്കാണ്. പൊക്കിൾ കൊടി എങ്ങനെയാണ്, നമ്മൾ അമ്മയിൽ നടന്നു പോയെന്ന് പറയുന്ന കണക്ക് നമ്മളൊരു പെൺകുഞ്ഞിൽ നടന്നു പോയി എന്നതിൻ്റെ സൂചനയാണ് ഈ നെഞ്ചിൽ 2 അടയാളങ്ങൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ രാമകൃഷ്ണ പരമഹംസനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വാർദ്ധക്യത്തിൽ ഈ മനുഷ്യൻ്റെയൊക്കെ നെഞ്ചിൽ നിന്ന് പാല് ചുരക്കുമായിരുന്നാണ് പറയുന്നത്. മെറ്റഫറായിട്ട് എടുത്താൽ മതി. ഒരു തരത്തിലും എന്തെങ്കിലും ഒരു കൗതുക വിസ്മയമുള്ള വാർത്തയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു രൂപകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഇങ്ങനെ വളരെ വലിയ അളവിൽ ഉള്ള ഒരു സ്നേഹിതനായിട്ടാണ് ഇങ്ങനെ വിൻസെൻ്റ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. വിൻസെൻ്റ് കാര്യമായിട്ട് തൻ്റെ പെൺകുഞ്ഞിൽ നിന്ന് അടർന്നു പോയിട്ടില്ല. ഹി ഹാഡ് ബീൻ സസ്റ്റെയിനിങ് ഇറ്റ്, ഹി ഹാഡ് ബീൻ മെയിൻറ്റെയിനിങ് ഇറ്റ്. അപ്പം ആ ഒരു സ്ത്രൈണാംശം എന്ന് പറയുന്നത് വളരെ ഗുണപരമായ അർത്ഥത്തിൽ ആ സ്ത്രൈണാംശമാണ് വിൻസെൻറ്റിൻ്റെ അസറ്റ്. ആ അർത്ഥത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, യേശു പോലും ഇങ്ങനെ നിലനിർത്താൻ ആരംഭിച്ചത് ആ ഒരു അംശമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും ബോധനത്തിൻ്റെയും സത്ത. അഷ്ടഭാഗ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അവനവനിലെ സ്ത്രീയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. കരഞ്ഞവർ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കപ്പെട്ടവർ, ക്ഷമിച്ചവർ, ഇതൊന്നും പൊതുവെ ഒരു മാസ്കുലിൻ വാല്യൂ ആയിട്ട് ആരും ഗണിക്കുന്നില്ല. ഇപ്പോൾ പോലൊരു കാര്യത്തിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആണാണോ? ആ ചോദ്യം കൊണ്ടൊരാൾ അർത്ഥമാക്കുന്നത് ഒരാൾ എന്തുമാത്രം അഗ്രസീവാണെന്ന് വിളിക്കുന്ന വാക്കാണ് ആണെന്ന് പറയുന്നത്. നമ്മുടെ സിനിമകളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കിങ്ങനെ കോമഡിയായി മാറാൻ പോകുന്നത് അതുകൊണ്ടാണ്. സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആണെന്ന് കരുതുന്ന ആൾ അതിൻ്റെ നായകനായിരിക്കും. നായകനാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ്. അല്ലെങ്കിൽ തെരുവിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ എല്ലാവരെയൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ അവസാനിപ്പിക്കുമ്പോഴാണ് പല രീതിയിൽ, അതിപ്പോൾ ഈ ഫോർമാറ്റ് മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്ന അതാണ്, ഇങ്ങനെ തോൽപ്പിക്കുന്നതും കീഴ്പ്പെടുത്തിയ ആളും തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ആണാകാതിരിക്കാനുള്ളൊരു ശ്രമം ഉടനീളം പുലർത്തിയിരുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഒരു അടുപ്പമുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ പിണഞ്ഞു പോയ 2 പേരാണ് ഞങ്ങൾ. ഒരു 10-21 വയസ്സിലൊക്കെ ആയിരിക്കും, 24 വയസ്സിലൊക്കെ ആയിരിക്കും ഞങ്ങളൊരു ക്യാമ്പിലൊക്കെ വെച്ചാണ് കണ്ടുമുട്ടുന്ന, ഒരു നാടക ക്യാമ്പിൽ വെച്ച്. അങ്ങനെ അന്നും തുടങ്ങിയൊരു ഇൻറ്റിമസിയാണ്. അപ്പം അതിനകത്തുനിന്ന് ഇപ്പോൾ 57 വയസ്സെത്തിയ 2 പേരെന്ന നിലയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാവുന്ന, എനിക്ക് വിൻസെനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ കാര്യം അയാളുടെ ആ സ്ത്രൈണാംശത്തെ കളഞ്ഞിട്ടില്ല, മറന്നിട്ടില്ല എന്നുള്ള. അപ്പം അത് ഈ പുസ്തകത്തിലും എഴുത്തിലും ഒക്കെ ഉണ്ട്. പ്രീസ്റ്റിൻ്റെ സെലിബസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ട വിഷയം. എന്താ ഈ സെലിബസ് എന്ന് പറയുന്നത്? പലപ്പോഴും വലിയ പരിഹാസത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇങ്ങനെ നൈറ്റ് ഇട്ട 2 പേരെന്നുള്ള. ഇൻഫാക്റ്റ് അത് തന്നെയാണ്. എന്താ കുഴപ്പം? ആക്ച്വലി അത് തന്നെയാണ് ഈ സെലിബസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു ജെൻഡർ അസേർട്ടീവ് അല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്.
ഏറ്റവും ഭംഗിയായിട്ട് ബ്രഹ്മചര്യത്തേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ദേശത്ത് ഗാന്ധിയാണ്. ഗാന്ധിക്ക് എല്ലാം പരീക്ഷണങ്ങളായിരുന്നു, എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശരീരത്തിൻ്റെ മമതകളിൽ പെട്ടുപോയ ഒരാളെന്ന നിലയിൽ ഗാന്ധിയുടെ ഒരു ഷെയിം ശരീരത്തെക്കുറിച്ചായിരുന്നു. ഗാന്ധിയുടെ ആത്മഹത്യയൊക്കെ വായിക്കുമ്പോൾ അതിനകത്തൊരു കോളം പോർഷൻ നമ്മളിങ്ങനെ വായിക്കും, മൈ ഡബിൾ ഷെയിം, എൻ്റെ ഇരട്ട ലജ്ജ. കാരണം ഇങ്ങനെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ, മരിക്കുന്ന ഉറപ്പുള്ള രാത്രിയിൽ അയാൾക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രിയങ്ങളിലോട്ട് ഇങ്ങനെ പാളിപ്പോവുകയാണ്. അന്ന് കസ്തൂർബ ഗർഭിണിയാണ്. ഈ ഗർഭിണിയായ കസ്തൂർബയും വിളിച്ചുകൊണ്ട് അയാൾ ശയനമുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ പുറത്തുനിന്ന് കൊട്ട് കേൾക്കുന്നു, അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. കൃത്യമായിട്ടതിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റത്തില്ല. ഏതായാലും ആശയം അത് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് ഈ മനുഷ്യൻ വിളിക്കുന്ന വാക്കാണ് മൈ ഡബിൾ ഷെയിം. സ്വന്തം അച്ഛൻ ഇങ്ങനെ കടന്നു പോകുന്ന രാത്രിയിലും ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രിയങ്ങൾ ഉണർന്ന ഒരാളെന്ന നിലയിൽ അയാൾക്ക് തൻ്റെ ശരീരത്തെക്കുറിച്ച് വലിയൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ഗിൽട്ടിൽ നിന്നും ഷെയിം ചെയ്യുന്ന ഈ മനുഷ്യൻ ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് വളരെ വിയേർഡെന്ന് തോന്നിക്കാവുന്ന, ഒരുപക്ഷെ പല രീതിയിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റെന്ന് തോന്നിക്കാവുന്ന കുറേ അധികം പരീക്ഷണങ്ങൾ ഈ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. അതൊരു കാലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകം ഉണ്ടായിരിക്കണം. ഇപ്പം തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നിനെയും എവാലുവേറ്റ് ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ അതിന് പുറത്ത് ഒത്തിരി എക്സ്പെരിമെൻ്റ് നടത്തി ഒടുവിൽ ഈ മനുഷ്യൻ കണ്ടെത്തുന്നൊരു കുഞ്ഞ് വരിയുണ്ട്. അതിങ്ങനെയാണ്, ബൈ ബിക്കമിങ് എ ബ്രഹ്മചാരി എ മാൻ ബിക്കംസ് എ വുമൺ ആൻഡ് ദെർഫോർ ഹി വിൽ നോട്ട് വയലേറ്റ് എനി. ഒരാളൊരിങ്ങനെ ഒരു സെലിബ്രേറ്റായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അയാളോട് തന്നെ പറയാൻ ശ്രമിക്കുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്, ഐ എം ട്രൈങ് ടു ബിക്കം എ വുമൺ ആൻഡ് ദെർഫോർ ഹി വിൽ നോട്ട് വയലേറ്റ് എനി. 25 വർഷമായിട്ടെങ്കിലും ആ പൗരോഹിത്യത്തിൻ്റെ ഒരു സെലിബസി കല്യാണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയല്ല കേട്ടോ. ഇതൊരു ശരീരത്തിൻ്റെ ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ ഏവർക്കും എടുക്കേണ്ട ഒരു വിഷയമാണ്. ആ വയലേറ്റ് ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ, തൻ്റെ പെൺകുഞ്ഞിനെ കൂടുതലായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചൊരു മനുഷ്യൻ്റെ വളരെ ഭംഗിയുള്ള ചില കുറിപ്പുകളുടെ ഒരു പുസ്തകമാണിത്. കണ്ണാടി കടവ്. ഇതിന് KGS ആണ് ഇതിന് വളരെ ചെറിയൊരു ആമുഖം എഴുതിയിട്ടുണ്ട്. അത് വളരെ പോയിൻ്റഡാണ്. ഇങ്ങനെ വളരെ സത്തയിൽ പ്രകാശം പരക്കുന്ന എന്നർത്ഥം വരുന്ന ഒരു 4-5 പേര് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നു. വിൻസെൻ്റ്, വേറെ എന്തൊക്കെയെങ്കിലും പറയാനുണ്ടോ? ഞാൻ വിട്ടു. അച്ഛനെ നമുക്ക് കൊണ്ടുവരാൻ വീണ്ടും. ഈ വിൻസെൻ്റ് അച്ഛനെ 35 വർഷമായിട്ട് ഞങ്ങൾ കാണും. ഞങ്ങൾ സെമിനാറിൽ ആദ്യമായിട്ട് സെലക്ഷന് വന്നപ്പോഴാണ് അച്ഛനെ കാണുന്നത്. ജുബ്ബയൊക്കെ ഇട്ട് അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ ചിരി ഇപ്പോഴും ഇങ്ങനെ ഉള്ളിലുണ്ട്. ഇത്ര അടുത്ത്, വളരെ അടുത്ത് എനിക്ക് വിൻസെൻ്റ് അച്ഛനെ അറിയാം. പക്ഷേ ബോബി അച്ഛൻ എന്ത് ഭംഗിയായിട്ടാണ് അച്ഛൻ്റെ സ്ത്രൈണതയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ വിൻസെൻ്റ് അച്ഛൻ ഇത്രയും പേരെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഞങ്ങൾ ബ്രദേഴ്സ്, ഞങ്ങൾ 26 പേര് ആ ബാച്ചിലുണ്ടായിരുന്നു. ഞങ്ങൾ 26 പേരും അച്ഛൻ്റെ മുറിടും ഇങ്ങനെ കാത്തിരിക്കും അച്ഛനെ കാണാൻ വേണ്ടി, ജസ്റ്റ് അച്ഛനോട് സംസാരിക്കണം. അങ്ങനെ അത്രയും ഒരു ഭയങ്കര ഇഷ്ടം അതുണ്ടായിരുന്നു. ഇപ്പം ഈ ബോബിച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിലേക്ക് പോയത്, അച്ഛനും കണ്ടിട്ടുണ്ടോ കോൺക്ലേവ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്തുള്ള ആ സീൻ പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നു. കാരണം പോപ്പാകുന്നത് ആൾക്കത് യൂട്രസ് ഉണ്ട്, പോപ്പാകുന്ന ആൾക്ക്. അപ്പോൾ കോളേജ് ഓഫ് കർഡിനൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യെസ് എനിക്ക് യൂട്രസ് ഉണ്ട്, ഞാൻ ഒരു അപ്പൻഡൈസിൻ്റെ ഓപ്പറേഷൻ വരുമ്പോഴാണ് അച്ഛനെ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞാൻ പോപ്പിനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ പോപ്പ് പറഞ്ഞു യു ഗോ ഫോർ എ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ സർജറിക്കുള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചു. പക്ഷേ അന്ന് പോകേണ്ട അന്ന് എനിക്ക് തോന്നി, എന്തിനാ ഞാൻ ഗോഡിൻ്റെ ക്രിയേഷനെ വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിൽ അദ്ദേഹത്തിന് യൂട്രസ് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത്. ഒരാളിൽ തന്നെ ആണും പെണ്ണും ഉണ്ടാവുക അത് ഭയങ്കര സംഭവമാണ്. കുറേ അധികം ആൾക്കാർ വിൻസെൻ്റിൻ്റെ തണൽ തേടി വരുന്നുണ്ട്, സങ്കടമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ അവർ നന്നായിട്ട് കേൾക്കും എന്നുള്ളതാണ്. അത് ഈ പുസ്തകത്തിൻ്റെ അകത്തും നമുക്ക് കുറേ അധികം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്ത്. പിന്നെ ബോബിച്ചൻ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെ സൗഹൃദത്തിനിടക്ക് വിരിഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം.
ആ പാട്ടിൻ്റെ പേര് പറയണം, അതാണ് പുള്ളി ഇങ്ങനെ നിൽക്കുന്നത്. നിറമാർന്ന സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ്. അത് അച്ഛന് 35 വർഷം മുമ്പ് എഴുതിയൊരു പാട്ടാണ്. അച്ഛൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. നമുക്കൊന്ന് കേൾക്കാം. നിറമാർന്ന സ്വപ്നങ്ങളെ ശതവർണ്ണ ശലഭങ്ങളെ പിരിയുന്നൊരി തീരഭൂവിൽ ഇനിയും വരൂ നിങ്ങൾ. നിറമാർന്ന സ്വപ്നങ്ങളെ ശതവർണ്ണ ശലഭങ്ങളെ പിരിയുന്നൊരി തീരഭൂവിൽ ഇനിയും വരൂ നിങ്ങൾ. നിമിഷങ്ങൾ മോഹം മിഴിനീർക്കണം തൂകി വിട ചൊല്ലി പിരിയുന്ന നേരം. നിമിഷങ്ങൾ മോഹം മിഴിനീർക്കണം തൂകി വിട ചൊല്ലി പിരിയുന്ന നേരം. മൗനത്തിൻ നീർമണി വീണുടയേന്തോ മന്ത്രിച്ചു നിങ്ങൾ മടങ്ങി. മൗനത്തിൻ നീർമണി വീണുടയേന്തോ മന്ത്രിച്ചു നിങ്ങൾ മടങ്ങി. നിറമാർന്ന സ്വപ്നങ്ങളെ ശതവർണ്ണ ശലഭങ്ങളെ പിരിയുന്നൊരി തീരഭൂവിൽ ഇനിയും വരൂ നിങ്ങൾ. ഇനിയും മരിക്കാത്തൊരോർമതൻ തൂവലിൽ വെറുതെ പറക്കുന്നു നമ്മൾ. ഇനിയും മരിക്കാത്തൊരോർമതൻ തൂവലിൽ വെറുതെ പറക്കുന്നു നമ്മൾ. ഇടറുന്നൊരീ രാഗവീചികളിൽ പടരുന്നു കരളിൽ വിഷാദം. ഇടറുന്നൊരീ രാഗവീചികളിൽ പടരുന്നു കരളിൽ വിഷാദം. നിറമാർന്ന സ്വപ്നങ്ങളെ ശതവർണ്ണ ശലഭങ്ങളെ പിരിയുന്നൊരി തീരഭൂവിൽ ഇനിയും വരൂ നിങ്ങൾ. ഇനിയും വരൂ നിങ്ങൾ. ഇനിയും വരൂ നിങ്ങൾ. ബോബിച്ചൻ എന്തെങ്കിലും ഓർമ്മ വന്ന ഈ പാട്ട് കേട്ടപ്പോൾ? എന്തെങ്കിലും ഓർമ്മ വന്ന് എന്തെങ്കിലും പറയാൻ പറ്റും? ഓർമ്മയുടെ തൂവലിൽ കയറിയിട്ട് എന്തെങ്കിലും ഓർമ്മ? അങ്ങനല്ല, ഇത് ശരിക്കും ഞങ്ങളൊക്കെ ആ ഒരു കാലത്തിൽ തന്നെയാണ് കുറച്ചുകൂടി ഇങ്ങനെ സൗഹൃദം എന്ന് പറഞ്ഞൊരു, എന്നെപ്പോഴും ഇങ്ങനെ മാധവ് വാസെ അല്ലേ, അങ്ങനല്ലേ അദ്ദേഹത്തിൻ്റെ പേര് അല്ലേ, ക്യാമ്പ് ഡയറക്ടർ അല്ലേ, മാധവ് വാസെ എന്ന് പറയുന്നൊരു പൂനെ അദ്ദേഹം സമാന്തര സിനിമകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പിൽ വെച്ചായിരുന്നു ഒരു സ്ട്രീറ്റ് പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടൊരു ലെങ്തിയായ ഒരു ക്യാമ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സിനിമയുടെ കണക്ക് തന്നെ ഒരു ഷോട്ടാണ് ഉള്ളത്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു പുള്ളി, ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ വേണ്ടി.
ഞാനാണെങ്കിൽ ഇങ്ങനെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അമ്മ ഒരു ജോലിയും ചെയ്യാതെ ജീവിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും വെച്ചാലേ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഈ ഹാർഡ് വർക്കിന് ശേഷം ഇയാളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും ഇയാൾ എന്നെ ഇങ്ങനെ ലിറ്ററലി ലാപ്പിൽ, ഈ പ്രായത്തിന് ഈ പറയുന്നത് കുഴപ്പമില്ലല്ലോ, ലിറ്ററലി ഇങ്ങനെ മടിയിലിങ്ങനെ ചായച്ച് കിടത്തിയിട്ട് ഇങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ തടവി തന്നൊരു ഓർമ്മയിലാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് വരുന്നത്. അത് ഈ സ്പർശം എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സാധ്യത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആരും നമ്മളെ സ്പർശിച്ചിട്ടില്ല. കാരണം സെമിനാറിലൊക്കെ ചേരുമ്പോൾ ഞങ്ങളൊരു പ്രധാനപ്പെട്ട നിയമം റൂൾ ഓഫ് ടച്ച് എന്നുള്ളതാണ്, ഒരാളെയും തൊടാൻ പാടില്ലെന്നുള്ളതാണ്. അതിങ്ങനെ വളരെ ഓർഗാനിക്കായിട്ടിങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ ദാറ്റ് വാസ് ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു അടുത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചാഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മടി കിടക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവം അക്കാലത്തിൻ്റെ ഒരു കണ്ണുവെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് കിട്ടിയൊരു കൺസലേഷനുണ്ട്. ഇപ്പോഴും വേദോസ്തലൊക്കെ ഇങ്ങനെ അവൻ തൊട്ടു സൗഖ്യപ്പെടുത്തുന്നൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന ആദ്യത്തെ അനുഭവം ഇങ്ങനെ ചില കാര്യങ്ങളാണ്. ഇങ്ങനെ തൊടുക എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ തലേ കൈ വെച്ച് പ്രാർത്ഥന നടത്തിയിട്ടൊന്നുമല്ല യേശു തൊടെന്ന് പറയുന്നത്, ഇങ്ങനെ എംബ്രേസ് ദം എന്ന് അതിൻ്റെ അർത്ഥം. പക്ഷേ പിന്നെയും മഴ വീഴുന്നുണ്ടല്ലോ. അച്ഛൻ ഈ മടി കിടത്തിയ കാര്യം പറഞ്ഞപ്പോഴേ അങ്ങനെ തോന്നണം, അത് വേണമെങ്കിൽ ഇത്രയും താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും. ഒരു വേർഡ്സ്വർത്തിൻ്റെ കവിതയെ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാവരും മതിൽ പണിയുന്നവരാണ്. മതിൽ പണിയുന്നതോ കുഴപ്പമില്ല, പക്ഷെ മതിൽ പണിയുമ്പോൾ പരമാവധി ആളുകളെ ഉള്ളിലാക്കുക, എല്ലാവരും പുറത്താക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോഴും എല്ലാവരെയുമായി കണക്റ്റ് ചെയ്യാനുള്ളൊരാഗ്രഹം മാത്രമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിനപ്പുറത്തേക്കുള്ള വലിയ ഫിലോസഫിയൊന്നുമില്ല. ഒരു ഹൃദയത്തെ തൊടാൻ മറ്റൊരാൾ ശ്രമിക്കുന്നു, ഒരു പുസ്തകം പിറക്കുന്നു, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പരസ്പരം തൊടുന്നവരായി നമുക്ക് മാറാം. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന വല്ലാതെ കുറ്റപ്പെടുത്തപ്പെടുന്നൊരു മനുഷ്യൻ, പണ്ടത്തെ വലിയ പുലിയൊക്കെ ആയിരുന്നു, ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് പേരക്കുട്ടികളിലൊരാൾ ഓടി വന്ന് അയാളുടെ മടിയിലിരുന്ന് അയാളുടെ വിളറിയ മുഖത്ത് ഉമ്മ വെച്ചിട്ട് പാപ്പ ഐ ലവ് യു, പെട്ടെന്ന് അയാൾക്ക് ചിറക് കിട്ടുകയാണ്, പെട്ടെന്ന് അയാൾക്ക് ആകാശം കിട്ടുകയാണ്. ഒരു കണക്റ്റഡ്നെസ് അയാളുടെ ജീവിതം വീണ്ടെടുക്കുകയാണ്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചുറച്ച ഒരാൾ കടലോരത്തിരിക്കുമ്പോൾ കൂട്ടം തെറ്റി വന്ന പെൺകുട്ടി പെട്ടെന്ന് അയാളുടെ തോളത്ത് കെട്ടി അയാളോട് പറയുന്നത് ഏയ് ലുക്ക് അപ്പ് ദേർ ദെർ ഇസ് എ റെയിൻബോ, ഒരു മഴവില്ല് കാണിച്ചു കൊടുക്കുകയാണ്. അയാളിലേക്ക് തന്നെ ഒരു കണക്റ്റഡ്നെസ്സിൻ്റെ പാലം തെളിഞ്ഞു വരികയാണ്. പ്രപഞ്ചവുമായി അയാൾക്കൊരു കണക്റ്റഡ്നെസ് വരുന്നു, മനുഷ്യരുമായൊരു കണക്റ്റഡ്നെസ് വരുന്നു, അയാൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും കണക്റ്റഡാണ്. ആ കണക്റ്റഡ്നെസ് കണ്ടെത്തലാണ് കലയെന്ന് പറയുന്നത്. കണക്റ്റഡ്നെസ് കണ്ടെത്തലാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് തന്നെ ഒരു കണക്റ്റഡ്നെസ്, തൊട്ടടുത്ത് നിൽക്കുന്നവരായി ഒരു കണക്റ്റഡ്നെസ്, പ്രപഞ്ചവുമായി കണക്റ്റഡ്നെസ്, അങ്ങനെ ദൈവവുമായിട്ട് ഒരു കണക്റ്റഡ്നെസ്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കംഫർട്ട് സോണുകളിലാണ്. എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തിരിക്കുന്ന അവസ്ഥയാണ്. ഈ സ്വാർത്ഥതയുടെ കടുത്ത സ്വസ്ഥതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. ആ സ്വസ്ഥതയെ നമ്മൾ ആത്മീയത എന്ന് വിളിക്കും, ആ സ്വസ്ഥതയെ നമ്മൾ പലതും വിളിക്കും. പക്ഷേ സ്വസ്ഥതയുടെ കംഫർട്ട് സോൺ വെടിഞ്ഞ് ഒരുപക്ഷെ അസ്വസ്ഥതയെ പുണരാൻ വേണ്ടി മുന്നോട്ട് വരലാണ് എനിക്ക് തോന്നുന്നു ആത്മീയതയും സാഹിത്യ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും എല്ലാം. അപ്പം നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് തന്നെ അതിനെ പുറത്തേക്ക് വന്നുകൊണ്ടാണ്. കൂടുതലായിട്ട് പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ, അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. എൻ്റെയും പ്രാർത്ഥന അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെ പുറത്തോട്ട് വരാൻ പറ്റാറില്ല. ഞാൻ എന്നെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പം എന്നിൽ നിന്നും ബോബിയിലേക്കുള്ള അകലമൊക്കെ എന്നെ പേടിപ്പിക്കും, കപ്പിയിലേക്കുള്ള അകലം എന്നെ പേടിപ്പിക്കും, നിങ്ങളിലേക്കുള്ള അകലവും എന്നെ പേടിപ്പിക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കട്ടെ തമ്പുരാൻ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന നമുക്കും തുടരാം. അതിനപ്പുറത്തേക്ക് അധികമൊന്നും പറയാനില്ല.
ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സൈസ് നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ കൊള്ളാൻ പറ്റുന്നൊരു സൈസാണ്. ഇതിൻ്റെ ലേ ഔട്ട് വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ, പിന്നെ ഏറ്റവും എന്നെ മനോഹരമാക്കുന്ന അരുദാസ് ഇതിനകത്ത് കുറേ അധികം ഒരു പേജിൽ ഒരു ചിത്രം കണക്ക് അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, ഞാൻ ഷായിച്ചേട്ടൻ അയച്ചു തന്നതിൽ കുറിപ്പിലാണ് വായിച്ചത്. ഒരുപാട് ലോഗോസ്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ് TV, അതിൻ്റെയൊക്കെ ലോഗോസ്, അവരുടെ ഫോൺ കസ്റ്റമൈസേഷൻ, അങ്ങനെ ആ ഫീൽഡിൽ ഒരു നല്ലൊരു ഡിസൈനറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇതിൻ്റെ അകത്തുള്ള ചിത്രങ്ങൾ വരച്ചത്. ചാർക്കോളാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ പടം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും നമുക്ക്. ശരിക്കും അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റും അതിൻ്റെ ബാക്ക് ഡ്രോപ്പും ഇങ്ങനെ ഒരേ പ്രതലത്തിൽ നിൽക്കും. പക്ഷെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ പടങ്ങൾ. അതിൽ തന്നെ ധ്യാനിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ അവതാരികയിൽ KGS പറഞ്ഞിട്ടുള്ളൊരു കാര്യം മിന്നൽ കഥ എന്നാണ് ഇതിൻ്റെ അകത്തുള്ള കഥകൾ. മിന്നൽ കഥ എനിക്ക് ഭയങ്കര ആ ടേം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് ആ ടേം കേട്ടിട്ടില്ല, മിന്നൽ കഥ. ഇന്നത്തെ മനോരമയിൽ ഒരു ചെറിയൊരു വാർത്തയുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കണ്ണ് ചിമ്മരുത് കഥ തീരും, കണ്ണ് ചിമ്മരുത് കഥ തീരും എന്നാണ് അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ കാര്യം ഇത്രയേ ഉള്ളൂ. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു പുതിയ സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉപവിഭാഗം തുടങ്ങിയിട്ടുണ്ട്. 10 to 60 seconds ഉള്ള മൈക്രോ ഡ്രാമ എന്ന് തന്നെ പറയുന്നത്. 10 to 60 seconds ഉള്ള, ലെസ് ദാൻ 1 minute, ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ജിയോ ഹോട്ട് പ്ലസ് ഇങ്ങനെ സ്പാർക്കിലൂടെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണ് ചിമ്മരുത് കഥ തീരുമെന്ന് ഇതിനകത്തുള്ള കഥകളെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-2 വരികളൊക്കെയാണ് മിക്ക കഥകൾക്കുള്ളത്. അപ്പോൾ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ ഉടനെ ആ കഥ തീരും, അടുത്ത കഥയിലേക്ക് പോകും. കഥ തീരുന്നു, പക്ഷേ ഉള്ളിലൊരു കഥ ഉണ്ടാകും. അങ്ങനെയാണ് അച്ഛൻ്റെ എഴുത്ത്. ഒരു കഥ ഒരു ദിവസം എന്ന് കണക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഡോക്ടേഴ്സ് കുറിക്കുന്ന വരെ ഒരു കഥ ഒരു ദിവസം. ഞാനിതെല്ലാം കൂടി ഒരു ദിവസം ഇരുന്ന് വായിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കിപ്പോൾ ഒത്തിരി പ്രയാസമുണ്ട്. ഒറ്റയടിക്ക് വായിക്കരുത്, ഒരു ദിവസം ഒരു കഥ. അതായിരിക്കും കുറേയും കൂടെ നല്ലത്. എൻ്റെ അകത്ത് അച്ഛൻ എഴുതിയേക്കുള്ളൊരു കാര്യം ഇങ്ങനെയാണ്: ഈശോയും നമ്മളും തമ്മിൽ വ്യത്യാസം എന്താ? നമ്മൾ ഒരാൾക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോ ആൾക്കൂട്ടത്തിൽ ഒരാളെ തിരിച്ചറിയുന്നു. അത്രയേ ഉള്ളൂ, ആ കഥ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മിന്നൽ കഥ എന്ന് പറഞ്ഞാൽ അതാണ് മൈക്രോ ഡ്രാമ. ഒരുപാട് ഇങ്ങനെ സാധ്യതകളുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അച്ഛൻ ഒരു മഴ പെയ്യില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു പാട്ട് കേട്ടല്ല അച്ഛൻ, ചിറകൊടിഞ്ഞൊരു നേരം എന്നുള്ള പാട്ട് കേൾക്കുന്നതിന് മുമ്പ് അത് അച്ഛൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് കൂടിയാണ്. അച്ഛൻ എഴുതിയ അച്ഛൻ്റെ ഹിറ്റായ ആൽബത്തിലെ ആദ്യത്തെ പാട്ട്. പിന്നെ അച്ഛൻ്റെ 10ാമത്തെ പുസ്തകമാണ്. ചെറുകുമായൊരു മാലാഖയാണ് അച്ഛൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ചെറുകുമായൊരു മാലാഖയായിട്ടൊരു ബന്ധമുണ്ട്. വിൻസെൻ്റ് അച്ഛൻ അതൊന്ന് ഓപ്പൺ ചെയ്താൽ. എൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ ചെറിയൊരു ആകുലത ഈ മഴയത്ത് വിശന്ന് നിങ്ങളിരിക്കുകയാണല്ലോ എന്നുള്ള ആകുലതയാണ്. ഈ പാട്ട് സത്യത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എൻ്റെ പെങ്ങള് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ചെറുപ്രായത്തിൽ തന്നെ തളർന്ന് പോളിയോ ബാധിച്ച് കിടപ്പിലായ ഒരാൾ. ഞാനൊക്കെ ആകാശം നോക്കി മേഘങ്ങളെ വളരെ സന്തോഷത്തോടെ നോക്കി കാണുമ്പോൾ പെങ്ങൾ പറയും മരിച്ചവരൊക്കെ മേഘങ്ങളായിട്ട് മാറും. ഞങ്ങൾ ഒരുമിച്ചാണ് കാറ്റഗിസത്തിനൊക്കെ പോയിരുന്നതും. പള്ളി തുറക്കുന്നതിന് മുമ്പ് പള്ളി വാതിൽക്കൽ വന്ന് നിൽക്കുന്ന സാധാരണ കത്തോലിക്ക കുട്ടികളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ ഈ ആദ്യ കമ്മ്യൂണിയൻ സ്വീകരണത്തിന് ഒരുങ്ങുന്ന സമയത്താണ് പെങ്ങൾ പോളിയോ ബാധിച്ച് തളർന്നു പോകുന്നത്. തളർന്നെന്ന് പറയുമ്പോൾ കഴുത്തിന് കീഴെല്ലാം തളർന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പം പെങ്ങളുടെ നീണ്ടു വളരുന്ന മുടിയൊക്കെ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് അമ്മ കരഞ്ഞു പോകും. പക്ഷേ പെങ്ങൾക്ക് അപ്പോഴും ചിരിയാണ്. ഇപ്പം എൻ്റെ ചേട്ടന്മാരൊക്കെയാണ്, അവരൊക്കെ പൊന്നുപോലെ എൻ്റെ ചേച്ചിയെ നോക്കുമായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോകും, ആഘോഷമായിട്ട്. ഇപ്പോൾ ഈ ശരിക്കും കിടക്ക ഒരു പ്രാർത്ഥന ശാല പോലെയാക്കി മാറ്റിയ ഒരാൾ, അല്ലെങ്കിൽ വികലമായി തുടങ്ങിയ ശരീരത്തെ വിമലാലയമാക്കി മാറ്റിയ ഒരാൾ. പണ്ടത്തൊരു പാട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും: പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല തീർത്തു ഞാൻ. അപ്പം ഞങ്ങളെപ്പോഴും ആ പാട്ട് പാടുമായിരുന്നു. എപ്പോഴും ആ പാട്ട് പാടി ഒരു പട്ടുനൂലൂഞ്ഞാലയിൽ സ്വർഗത്തോളം ഉയർന്നയാൾ.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഒരു കോഴി എങ്ങനെയോ വീട്ടിൽ കയറി പറ്റി. കോഴിയെ കണ്ട് പെങ്ങൾ പേടിച്ച് കാണണം, കോഴിയും പേടിച്ച് കാണണം. കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ നല്ല വെളുത്ത ശരീരമാണ്, അപ്പോൾ ചെറിയ ചോരപ്പാടുകളൊക്കെ. ഞാൻ പറഞ്ഞ ചോര ഒഴുകുന്നതൊന്നുമല്ല, ചെറിയ ചോരപ്പാട്. എനിക്കത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യണം, ദൈവം എങ്ങനെയൊക്കെ ഒരാളെ തളർന്ന് കിടന്ന കിടപ്പിലാക്കുക, അവിടെ കിടക്കുന്ന ഒരാളെ ഒരു കോഴി ആക്രമിക്കുമ്പോൾ കോഴിയെ പ്രതിരോധിക്കാൻ പോലും പറ്റാതെ അങ്ങനെ കിടക്കുന്ന ഒരാൾ. പക്ഷേ പെങ്ങൾക്ക് അപ്പോഴൊരു ചിരിയാണ്. ഇവിടെയുള്ള പല അച്ഛന്മാരും പല സിസ്റ്റേഴ്സും ഒക്കെ വീട്ടിൽ വരുന്നവരാണ്. കാരണം പെങ്ങൾ അവരെയൊക്കെ വിളിക്കും. അവർക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ശരിക്കും ട്വിസ്റ്റഡ് ആയിപ്പോയെങ്കിലും എല്ലാവർക്കും ലെറ്ററുകളൊക്കെ എഴുതും, എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരാൾ. അതിനുശേഷം ഞാൻ പിന്നെ പഠനത്തിന് വേണ്ടി പോകുന്നു. എൻ്റെ അവസാന വർഷം ഫിലിപ്പീൻസിലായിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഞായറാഴ്ച കോൾ വരുന്നു, പെങ്ങൾ മരിച്ചു. ഇത്രയും നാൾ പോളിയോ വന്ന് കിടന്ന ഒരാൾ ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിലായി, മെനിഞ്ചൈറ്റിസ് വന്ന് മരിച്ചു. അതൊരു ഞായറാഴ്ചയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമുള്ളൂ. എനിക്കന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സാഹചര്യമാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഫിലിപ്പീൻസിലാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ മെറി മേക്കേഴ്സായ ആളുകളാണ്. അവർക്ക് ചിരിക്കളി തമാശകളുണ്ട്. ദുഃഖങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാനന്ന് കുറേ അപ്പോയിൻമെൻറ്റ്സൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. കല്യാണമുണ്ട്, സെമിനാറുണ്ട്. ഇതിനിടയിൽ അവർ പാടാൻ പറയുന്നു പാടുന്നു, ആടാൻ പറയുന്നു ആടുന്നു. പെങ്ങൾ നാട്ടിൽ മരിച്ചു കിടക്കുകയാണ്. ഇത് എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനല്ല. അതിനിടയ്ക്ക് തോമസ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്, എടാ ഇപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ വെളുത്ത വസ്ത്രമൊക്കെ വെളുത്ത ഗൗണൊക്കെ ധരിച്ച് കിടക്കുകയാണ്. തോമസ് ചേട്ടനൊക്കെ കരയുന്നുണ്ട്. എനിക്ക് കരയാനൊന്നും പറ്റുന്നില്ല. അകത്തിങ്ങനെ ഘനീഭവിച്ച മേഘം കണക്ക് ഇപ്പോൾ ഇതുപോലെ കറുത്തിരേണ്ട ഒരവസ്ഥ. കരയുന്നില്ല. എല്ലാം കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ അപ്പോഴൊന്ന് കരയാൻ പറ്റുക. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ വെള്ള മേഘം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പെങ്ങൾ പറയുന്നുണ്ട്, വെളുത്ത മേഘം മരിച്ചവരാണ്, മരിച്ചവർ നമുക്ക് മുമ്പ് യാത്ര തിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ മുറി മുഴുവൻ ഒരു വെട്ടം വന്ന് നിറയുന്നൊരു തോന്നൽ. ഞാൻ ഇപ്പോഴും കരുതുന്നത് തോന്നലൊന്നുമല്ല, ഒരു വെട്ടം വന്ന് മഹാവെട്ടത്തിൽ എത്തിച്ചേർന്ന ഒരാൾ പറയുകയാണ്, വിഷമിക്കുന്ന വേണ്ട, ഞാൻ വെട്ടത്തിലെത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഈ പാട്ട്. ഞാൻ സാധാരണ പാട്ട് ചെയ്യുന്ന ആദ്യം ട്യൂണ് ശരിയാക്കും, അതിനുശേഷമാണ് വരികൾ എഴുതുന്നത്. പെട്ടെന്ന് ഒഴുകി വന്ന പോലത്തെ ഒരു പാട്ടാണ് ഈ ചിറകൊടിഞ്ഞൊരു നേരം എന്നുള്ള പാട്ട്. അതിപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആശ്വാസമാകുന്നുണ്ടെങ്കിൽ സന്തോഷം. വീണ്ടും ഞാൻ ഓർക്കുകയാണ്, ഒരു പാട്ട് പോലും ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് വരുന്ന സംഗതിയാണ്. അവിടെയും ഒരു ആർദ്രതയുടെ തൊടലാണ്. ഒരു പാട്ട് കേട്ടിട്ട് ഒരാൾക്ക് ഒരുപക്ഷെ ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാവും. അയാളുടെ ജീവിതം തന്നെ പാട്ടായി മാറിയെന്നവരാണ്. ടാഗോർ എഴുതിയതുപോലെ പാട്ട് പാടാൻ കൊതിച്ച് കൊതിച്ച് പാട്ടായി മാറി. അപ്പം നമ്മളെല്ലാവരും അങ്ങനെയൊക്കെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് എന്ന് ഞാൻ കരുതിയാണ്. കളിയിൽ തോറ്റിരിക്കുന്നൊരു പയ്യൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ വന്നിട്ട് പറയണം, ട്രെയിനർ വന്നിട്ട് പറയണം, എടാ ഒരു തൂവലല്ലേ പോയുള്ളൂ, ചിറക് പോയില്ലല്ലോ. ഇത് മിന്നൽ കഥയിലൊരു കഥയാണ്. ഈ ബ്രോക്കൺ വിങ്സ് എന്ന് പറഞ്ഞൊരു ജിബ്രാൻ്റെ അല്ലേ, എനിക്ക് ആ സമയത്തൊക്കെ ആയിരിക്കും ജിബ്രാൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഒടിഞ്ഞ ചിറകളെന്നും പറഞ്ഞുകൊണ്ട്. അതിങ്ങനെ അമ്മ വളരെ ചെറുപ്പമുള്ളൊരു മകനോട്, കൗമാരക്കാരൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ചിറകൊടിഞ്ഞു പോയ മാലാഖ്മാരാണ്. എന്നിട്ടിങ്ങനെ തോളിലിങ്ങനെ പിടിച്ചിട്ട് പറയും, ആ ഒടിഞ്ഞു പോയതിൻ്റെ പാടിപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അന്ന് അക്കാലത്തൊക്കെ എനിക്കൊന്ന് ജിബ്രാൻ അല്ലേ നമ്മുടെയൊക്കെ വായനയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം തെളിഞ്ഞും പറഞ്ഞുമൊക്കെ അതിൻ്റെ സ്വാധീനമൊക്കെ ഇങ്ങനെ ഇത്തരം വരികളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പുസ്തകത്തിനും സംഭവിച്ച ഡിമല്ലോ സ്റ്റോറീസിനോടൊക്കെ കുറച്ച് കണക്റ്റാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നൊരു കാലത്തിൻ്റെതാണ്. ഡെമലോയുടെ സ്റ്റോറീസിന് പ്രത്യേകിച്ച് എന്നാൽ വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ലളിതമായ സ്റ്റോറി വത്തിക്കാൻ ഇൻഡെക്സിലിട്ട് ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുന്നൊരു സരളത വളരെ ലൈറ്റായിട്ട് എടുക്കണ്ട. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അപകടം പിടിച്ച ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വെറുതെ കഥകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ വത്തിക്കാൻ്റെ ഇൻഡെക്സിലായിരുന്നു. വായിക്കരുതെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ പെട്ട്
കേട്ടിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അത് അങ്ങനെ ഇത് ഒരു കാൽപ്പനികരാവാക്കി ഇതിനെ മാറ്റണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനകത്തൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതുകൂടി ഞാൻ വിചാരിക്കുന്നു ഈ മഴയത്തും ഇത്തരം സൗഹൃദങ്ങൾക്കിടയിലും കാണാതെ പോകരുത്. ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്തൊരു. നമ്മുടെ ഏറ്റവും വലിയ ഈ ഒരു അജ്ഞത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇഗ്നോറൻസ് ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രാഷ്ട്രീയമായൊരു ബോധം ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഓരോ പോർഷൻ അവസാനിക്കുമ്പോൾ ആദ്യത്തെ പോർഷൻ അവസാനിക്കുന്നത് കണ്ണാടി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കാലം 1221, സാന്താമേന പള്ളിയിൽ പാതിരാക്കുർബാനയ്ക്ക് ഒരുങ്ങുന്ന ഫ്രാൻസിസ് അസീസി പെട്ടെന്ന് സങ്കടത്തോടെ അയാൾ ലിയോട് നാട്ടുഭാഷയിൽ പറയുന്നു, മാങ്ക ഇൽ ക്രിസ്തോ, കർത്താവിനെ കാണാനില്ലെന്നർത്ഥം. ഉണ്ണീശ്വര രൂപം ആരോ കട്ടെടുത്തു, അതാണ് കാര്യം. ഇന്നും പുണ്യവാൻ വിലപിക്കുന്നു, കർത്താവിനെ കാണാനില്ല. അതൊരു ഡേഞ്ചറസ് സ്റ്റേറ്റ്മെൻറ്റാണ്. സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ വാക്കാണിത്. ഞങ്ങളുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ദളിതരുടെയും ഒക്കെ കർത്താവിനെ ആരോ ഇങ്ങനെ കവർന്നെടുത്തെന്ന് പറഞ്ഞൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു സാരള്യത്തിൽ പെട്ടുപോകണ്ട. ജീവിതം കുറച്ചുകൂടി പക്വതയുള്ള നിലപാടുകളൂടെ അർഹിക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്കുള്ള ലൈറ്റ് വേർഷൻസ് മാത്രമാണ് നമ്മുടെ ഇടപെടലുകളും ഈ ഭംഗിയായിട്ടുള്ള പെരുമാറ്റം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങളുണ്ടെന്നാണ് ഈ പുസ്തകം പറയാനായിട്ട് ശ്രമിക്കുന്നത്. വിൻസെൻ്റ് അച്ഛൻ സാധാരണ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സൗമ്യമായിട്ട് ആരെയും ഉപദ്രവിക്കരുത്, ആരെയും വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു. അച്ഛൻ ചില കാര്യങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുപ്പായമിട്ട് നമ്മളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എഴുതിയേക്കണം: പള്ളിമേടയിൽ കർത്താവില്ലെങ്കിൽ മോടിയുള്ള ഓട മാത്രമാണ് അതിനുള്ളിൽ. കുറേ അങ്ങോട്ട് ചിന്തിക്കുന്നൊരു സാധനമാണ്. ഈ പുസ്തകത്തിൻ്റെ റിലീസിന് മുമ്പ് അടുത്ത റിലീസിങ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രണത ബുക്സാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ ഷാജി ജോർജ് ഏട്ടനാണിത് ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകമാണ്, വിൻസെൻ്റത്തിൻ്റെ 3ാമത്തെ പുസ്തകമാണ് അദ്ദേഹം റിലീസ് ചെയ്യുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഷാജി ചേട്ടനെക്കുറിച്ച് നന്ദി പറഞ്ഞപ്പോൾ വിൻസെൻ്റത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വാക്ക് പായമ്മേലിരുന്ന് തപസ്സിരിക്കുന്നതാണ് എഴുതിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്ക്, വാക്ക് പായമ്മേൽ ഇരുന്ന് തപസ്സിരിക്കുന്ന, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നല്ലൊരു വാക്കാണ്. ഷാജി ചേട്ടൻ നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കണം. കാരണം എത്ര വർഷങ്ങളായി, 35 വർഷങ്ങളായി ഇങ്ങനെ പ്രിൻറ്റിങ് തുടങ്ങിയിട്ട്, പിന്നെ അക്ഷരം കൊണ്ട് കൂടി ഇപ്പോൾ 25 വർഷമായിട്ടുണ്ട് ഈ പ്രണത ബുക്സ്. നമുക്കറിയാം ഒരു പബ്ലിഷറിൻ്റെ ഗതികേടും സാധനങ്ങളൊക്കെ നമുക്കറിയാവുന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പുതിയ വിഷയങ്ങൾ തേടി പിടിച്ച് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരാണ്. ഷായി ചേട്ടൻ ദൈവം ഒന്ന് വേദിയിലേക്ക് വരണം, നമുക്ക് റിലീസിങ്ങിന് സമയമായിട്ടുണ്ട്. ഷായി ചേട്ടൻ പ്ലീസ് കം. ഞാനൊന്ന് അറ്റസ്റ്റ് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും നല്ല പ്രൊഡക്ഷൻസ്, ഒരു ബുക്ക് എത്ര ഭംഗിയായിട്ടൊക്കെ ചെയ്യാവുന്നതിന് എനിക്കൊന്ന് കുറച്ച് കാലമായിട്ട് നമുക്കുള്ളൊരു മാതൃകയാണ് പ്രണതയുടെ പുസ്തകങ്ങൾ. അതൊരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു വ്യക്തി ചെയ്യുക എന്നുള്ളത്, അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. ഇങ്ങനെ ഒരു പക്ഷേ ഒരു കാലത്ത് ഇങ്ങനെ ഷെൽവിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒറ്റയ്ക്കൊരു ആൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഏറ്റവും നല്ല സഹപ്രവർത്തകരെ കണ്ടെത്തിയും ഏറ്റവും കമനീയമായിട്ട് ഈ പുസ്തകങ്ങൾക്ക് ഒരുക്കുന്ന ഷാജിക്ക് വെറുതെ അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പേരിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു നമസ്തേ ഉണ്ട് ഷാജി. വിൻസെൻ്റ് അച്ഛൻ എഴുതിയ പാട്ടുകൾ എനിക്ക് തോന്നുന്നു 80% പാടിയിട്ടുള്ളത് കെസ്റ്ററാണ്. കെസ്റ്റർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കെസ്റ്റർ ഒന്ന് ദയവ് ചെയ്ത് പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി പ്ലീസ് കം. അത് വിൻസെൻ്റ് അച്ഛൻ്റെയും ഷായി ചേട്ടൻ്റെ ഒരു പ്രത്യേക ആഗ്രഹമാണ് കെസ്റ്റർ വന്ന് അത് വാങ്ങിക്കണം എന്നുള്ളത്. ആ പുസ്തകത്തിൻ്റെ ഡിസൈനിങ് നടത്തിയ പടങ്ങൾ വരച്ച ഹരിദാസ് സാർ ഇവിടെ ഉണ്ട്. സാർ ഒന്ന് കയറി വരണം, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണമെന്നൊരാഗ്രഹം. പ്ലീസ് സാർ.
നമുക്ക് വേണ്ടി ഇവിടെ ഈ ഒരു സായാഹ്നം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഷായ് ചേട്ടൻ്റെ മൂത്ത മകൻ തേജലാണ്. തേജലിന് നല്ലൊരു കൈ ഓടിക്കാം. ഇളയ മകൻ സോറി. പിന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദി പറയാണ്. പതുക്കെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത്. ബോബി അച്ഛൻ നിങ്ങൾ സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറിക്കോളൂ. ഇതിൻ്റെ അകത്തൊരു വെറുതെ എങ്ങനെ ഈ പുസ്തകത്തെ ഒന്ന് ചുരുക്കി പറയാമെന്ന് വെച്ചിരുന്നാൽ, നമ്മളീ സാന്ത്വന സാഹിത്യം എന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ മലയാളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. സാന്ത്വന കൺസൊലേഷൻ റൈറ്റിംഗ്. ആ കൺസൊലേഷൻ റൈറ്റിംഗ് എനിക്കൊന്ന് മുൻമാതൃകളൊക്കെ ഉണ്ട്. KP കേശവൻ്റെ ഒക്കെ ചില റൈറ്റിങ്സൊക്കെ അങ്ങനെയാണ്. PN ദാസ് സാറിൻ്റെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കൺസൊലേഷൻ റൈറ്റിങ്ങിൽ പെട്ട ഒരു പുസ്തകമാണ്. കമ്പാഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുരുവൊക്കെ പറയുന്നതാണ്. അൻപ് അരുള അനുകമ്പ എന്നൊക്കെ പറയുന്നൊരു കാര്യത്തിലോട്ട് ഇത് പോകുന്നത്. യേശു എഴുത്തും വായനയും പഠിച്ചില്ലെന്നൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ യേശുവിൻ്റെ മേന്മയ്ക്ക് കുറവൊന്നും സംഭവിക്കുന്നില്ലെന്ന് വിചാരിച്ചോളൂ. പക്ഷെ എന്നാലും യേശു എഴുതിയതായിട്ട് പറയുന്നൊരു കാര്യം, ഒറ്റ കാര്യമായിട്ട് ഇങ്ങനെ ഒരു വളരെ ജഡ്മെൻ്റലായൊരു സൊസൈറ്റി, അവരിങ്ങനെ ഒരു സ്ത്രീയെ അക്ഷരാർത്ഥത്തിൽ കുരുക്കി, എന്നിട്ടിങ്ങനെ യേശുവിന് മുമ്പിൽ കൊണ്ട് നിർത്തിയാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഒരു പക്ഷേ സുവിശേഷത്തിൽ ആദ്യം അവസാനമായിട്ട് ഇങ്ങനെ യേശു എന്തെങ്കിലും എഴുതുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അവനിങ്ങനെ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ നിലത്തിരുന്ന് ഇങ്ങനെ എഴുതി തുടങ്ങിയെന്ന് പറയുന്നത്. എന്താ യേശു എഴുതുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഒത്തിരി അനുമാനങ്ങളുണ്ട്, ഹൈപ്പോസിസുകളുണ്ട്. എന്നാലും പൊതുവെ കരുതപ്പെടുന്നത് അയാൾ ഒറ്റ വാക്ക് മാത്രമാണ് എഴുതിക്കൊണ്ടിരുന്നത്, കമ്പാഷൻ, കരുണ. അപ്പം ആ ഒരു ലിനിയേജിൻ്റെ ഇങ്ങേയറ്റത്തുള്ള ഏറ്റവും ലളിതമായെന്ന് തന്നെ വിചാരിക്കണം. നമ്മളങ്ങനെ അടുത്ത് ഒരു തരത്തിലും അനേകർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കരുണയുടെ പ്രവർത്തികളിലൊന്നായിട്ടാണ് ഈ പുസ്തകത്തെ ഞാൻ എടുക്കുന്നത്. പുസ്തകത്തെക്കാൾ കൂടുതലായിട്ട് ഒരു കരുണയുടെ ഒരു എഡിഷനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പുസ്തകം അടക്കുമ്പോൾ കുറേ കൂടി ഭംഗിയായിട്ട് ആ വാക്ക് പിടുത്തം കിട്ടിയാൽ നല്ലതായിരിക്കും. കമ്പാഷൻ. ആൻഡ് കമ്പാഷൻ ബിഗിൻസ് ഓൺ ദ ഡേ യു റിയലൈസ് ഓൾ ഓഫ് us ആർ സഫറിങ്. ഒരു പ്രഭാതത്തിൽ നമുക്ക് പിടുത്തം കിട്ടുന്നു, എല്ലാവരും സഫർ ചെയ്യുക. ഇവിടെ ഒരു 100-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഈ 100 പേർക്കും അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷതങ്ങളുണ്ട്, പരിക്കുകളുണ്ട്. ആ ഒരൊറ്റ ഘടകം കൊണ്ടാണ് ഒരുപക്ഷെ വിൻസെൻ്റ് വായിക്കപ്പെടുന്നതും എന്നെ കേൾക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം ചില ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതൊക്കെ. ദ ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് ഈസ് ടു ലവ് പീപ്പിൾ. ഈ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയൊരു ആർട്ട് രൂപം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭംഗിയായിട്ട് ഈ സന്ധ്യ ഓർമ്മിക്കപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു. ഭയങ്കര നന്നായിട്ട് ചിന്തിക്കുകയും അടിമുടി ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് ഈ രാത്രിയെ ഹോസ്റ്റ് ചെയ്തത്. കപിസ്റ്റൻ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം, മഴയത്ത് പോയി ഞങ്ങൾ കുംഭമേള വെച്ച് കണ്ടൊരു കാര്യമാണ് വാസ്തവത്തിൽ. അത് തീർക്കാം. അത് തീർക്കണം മാത്രമല്ല, അപ്പം അങ്ങനെ അത്തരം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ കപിസ്ഥാനെ കണ്ടെന്നുള്ള എൻ്റെ അത്ഭുതം, എന്നെ കണ്ടെന്നുള്ള കപിസ്ഥാൻ്റെ അത്ഭുതം എന്നൊക്കെ ആയിരിക്കും ഉള്ളത്. പക്ഷേ അതൊരു എന്തിനാ കുംഭമേളയ്ക്ക് പോയെന്നുള്ളത് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മനുഷ്യരെ കാണാൻ വേണ്ടി തന്നെ. അതും ഇങ്ങനെ നമ്മുടെ ഒരു കളത്തിലും ചുരുങ്ങാത്ത മനുഷ്യർ, എല്ലാ കളങ്ങളെയും കവിഞ്ഞൊഴുകുന്ന മനുഷ്യർ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെന്ന നിലയിൽ പോലും കപിസ്ഥാനെ നമസ്തേ, താങ്ക് യു. കുംഭമേള പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് ഞാനങ്ങ് പറഞ്ഞോട്ടെ, കാരണം അത് തീർക്കാൻ പറ്റിയില്ല. ഞാൻ എയർപോർട്ടിൽ വെച്ച് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ഈ ഉടുപ്പിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ കുംഭമേളക്ക് പോയത് ടീഷർട്ടും ജീൻസും ഒരു ജാക്കറ്റും നല്ല ക്യാൻവാസ് വിട്ട് ഒരു ട്രോളി ബാഗൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ ഈ ഉടുപ്പിട്ട് വെറുതെ ഒരു തുണി സഞ്ചിയൊക്കെ വിട്ടപ്പോൾ ഞാൻ ശരിക്കും നാണിച്ചു പോയി. ഞാൻ ഓർത്ത് ഞങ്ങൾ 2 അച്ഛന്മാരാണ്,
പക്ഷെ അച്ഛൻ്റെ യാത്ര എങ്ങനെയാണെന്ന് അതിനേക്കാളും കൂടുതൽ ഞാൻ കുംഭമേളയിൽ പോയിട്ട് ഞാൻ സന്യാസിയോട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോസ്റ്റ് ചെയ്യാൻ പേടിച്ച് നിൽക്കുമ്പോഴാണ് പിറ്റേ ആഴ്ചത്തെ മാതൃഭൂമി സപ്ലിമെൻറ്റിൽ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കടലിലേക്ക് എത്തുന്ന പരൽമീനുകൾ എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായൊരു ലേഖനം ഇത്ര ധൈര്യത്തോടെ എഴുതിയൊക്കെയാണ്. അപ്പോഴെനിക്കൊരു ധൈര്യം കിട്ടി പിന്നെ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കുംഭമേളക്ക് പോയി എന്ന് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ഒരു സൗന്ദര്യം തോന്നിയതേ ഈ വ്യത്യാസം പറയണേ ഞാൻ. അച്ഛൻ അവിടെ ചെന്നിട്ട് ഗംഗയും യമുനയും അദൃശ്യമായിട്ട് ഒഴുകുന്ന സരസ്വതിയും കണ്ട്. ഞാൻ കണ്ടത് ആകെ അഴുക്ക് പിടിച്ച വെള്ളമാണ്. ഇവർ ആര് കുളിക്കാനാണെന്ന് ഓർത്ത്. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ബോബി അച്ഛൻ. പതുക്കെ കൺക്ലൂഡ് ചെയ്യാണ്. അച്ഛൻ്റെ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ചുരുക്കാണ്. ഒരാൾ കടൽ തീരത്തിരുന്ന് കടൽ വെള്ളം കുപ്പിയിലാക്കി വിൽക്കുകയാണ്. അപ്പോൾ കടൽ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ വല്ലപ്പോഴെങ്കിലും ഈ മനുഷ്യരെ കടലിലേക്കൊന്ന് ഇറക്കി വിടണം, അവർ റിയൽ സീ വാട്ടർ കുടിക്കട്ടെ എന്ന്. ഞാൻ ബോബി അച്ഛനെക്കുറിച്ച് വിൻസെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, മനുഷ്യരെ നേരെ കടലിലേക്ക് ഇറക്കി വിടുന്ന ആൾക്കാരാണ് ഇവർ, കച്ചവടക്കാരല്ല. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ദേ ആർ നോട്ട് സെല്ലേഴ്സ്. നേരെ ഇറക്കി വിടുന്ന ആൾക്കാരാണ്. ഇനിയും ഇവരുടെ എഴുത്തിലൂടെ, അക്ഷരങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ കടവിലേക്കും തീരത്തേക്കും കടലിലേക്കൊക്കെ ഇറക്കി വിടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആശംസിക്കുന്നു. ശുഭരാത്രി. തേജൽ ഒരു പാട്ട് പാടിക്കോ? അപ്പം നമ്മൾ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാം. ഏതാണ്? അമ്മമരത്ത് പാട്ട് പാടുമ്പോൾ ഒന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്ന് തോന്നണം. വെച്ചാൽ അമ്മമരം വരപ്പുഴ ശതോത്തര രജതൂപിൽ ആഘോഷിച്ചപ്പോൾ നടത്തിയ ഒരു സൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞത് 35 വർഷം അച്ഛനെ കണ്ട് അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. എനിക്കൊരു ആശയം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് ഓടിപ്പോവും. എന്നുവെച്ചാൽ കൺസോളിങ് എന്ന് പറഞ്ഞൊരു ആ ഒരു സാധനം അച്ഛന് കിടക്കുന്നതുകൊണ്ട് അച്ഛനത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അച്ഛൻ ആണ് ആ പാട്ട് അമ്മമരം എന്നുള്ളൊരു പേര് തന്നെ കയറി അങ്ങനെ വരികയാണ്. ആ പാട്ട് ബേണി ഗിനീഷ് ട്യൂൺ ചെയ്തിരിക്കുന്ന ഓർമ്മകൾ ഉണർത്തുന്നൊരു പാട്ടാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ റെഫാക്ടറിയിലേക്ക് പോകും. അല്ല സാർ, റെഫാക്ടറിയിലല്ല ഉറക്കിയിരിക്കുന്നത് അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട്. കാരണം വിൻസെൻ്റ് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. അത് പറയണ്ട അച്ഛാ. അപ്പോൾ ആ ദിവസം അദ്ദേഹം ബർത്ത്ഡേ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് കുരിശുമലയിൽ ധ്യാനിക്കാൻ പോയി. അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കുചേരുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. ഗിഫ്റ്റൊക്കെ തരാനുള്ളവർ എനിക്ക് തന്നാലും മതി. അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, പാട്ട് കേൾക്കാം. അമ്മ മരമേ ചില്ല തോറും കനിവു ചൂടും നന്മ മരമേ, അമ്മ മരമേ മുകുടമനവധി പെറ്റുപോറ്റിയ പുണ്യമരമേ, അമ്മ മരമേ, അമ്മ മരമേ, നിന്റെ മഹിത ചരിത്രമുദ്ര പതിഞ്ഞൊരേ ഇല നെഞ്ചു ചേർത്ത് നിന്റെ തണലിൽ വന്നു നിൽക്കേ ഉള്ള നിറയുന്നു, കണ്ണ് നിറയുന്നു. പെയ്തിറങ്ങിയ വരമഴ ഒരു വരപ്പുഴയായൊഴുകവേ, ആറ്റിറമ്പിൻ വരമരം നീ കാറ്റിനോടു നിൻ കഥ പറഞ്ഞു, കാറ്റിനോടു നിൻ കഥ പറഞ്ഞു. അമ്മ മരമേ, അമ്മ മരമേ.
എണ്ണ പൂർവസുഗന്ധമൽപ്പം നെഞ്ചിലേറ്റിയ കാറ്റു വന്നു മെല്ലെ മൂടുവതോർത്തു നിൽക്കേ ഉള്ളു നിറയുന്നു കണ്ണ് നിറയുന്നു അമ്മ മരമേ ചില്ലത്തോറും കനിവു ചൂടും നന്മ മരമേ അമ്മ മരമേ മുകുള മനവധി പെറ്റുപോറ്റിയ പുണ്യമരമേ അമ്മ മരമേ